അപ്പൊ ഇതുവരെ സംസാരിച്ചെന്ന് വെച്ച് ഇതുവരെ നേരിട്ടില്ലാത്ത പ്രശ്നങ്ങളും ഒരു സാമൂഹ്യ സാഹചര്യവുമാണ് ഒരു യുവജന സംഘടനയുടെ ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ നേരിടുന്നത്. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ഇരിപ്പോശം എങ്ങനെയാണ് ഇങ്ങനെ ഇത്രയും പ്രശ്നങ്ങൾ ഡീൽ ചെയ്യുമ്പോ? നേരത്തെ പറഞ്ഞ പോലെ തന്നെ അടി ഉണ്ടാവുന്നുണ്ടോ? കോൺഗ്രസിലെ പോലെ AI ഗ്രൂപ്പ് ഉണ്ടോ എന്നൊക്കെയാണ്. ഗ്രൂപ്പില്ലാന്ന് പുറത്ത് അറിയാൻ പറ്റൂല്ലോ നമുക്ക്, ഗ്രൂപ്പ് ഒന്നും ഇല്ലാതെ. പക്ഷെ എന്നാലും നിങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒന്നിച്ചെങ്ങനെയാണ് ഇങ്ങനെയുണ്ട് ഈ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹിക്കാനും ഒക്കെയാണ്? പറഞ്ഞോ അല്ലെ? എന്നെ സംബന്ധിച്ചിടത്തോളം നേരത്തെ അറിയുന്ന ആളാണല്ലോ സനോജ്. നമ്മൾ നേരത്തെ പരിചയമുള്ള ആളുകളാണ്. പിന്നെ സ്റ്റേറ്റ് ഭാരവാഹികളായപ്പോഴാണ് കൂടുതൽ ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാനുള്ള ഒരു അവസരം കിട്ടും. മറ്റേയാൾ കണ്ണൂരാണ്, ഞാൻ കോഴിക്കോടാണ്. പിന്നെ എപ്പോഴെങ്കിലും അല്ലേ കമ്മിറ്റി യോഗങ്ങളിൽ കാണും എന്നാൽ നല്ല അടുപ്പുണ്ട്. ഈ കോഴിക്കോടും കണ്ണൂരും ഭാരവാഹികളായിരിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങൾ. നേരത്തെ SFIയിലും അങ്ങനെ ഉണ്ടായിരുന്നു കുറച്ചു കാലം. അപ്പോൾ ഉള്ള ബന്ധവും സൗഹൃദവും ഒക്കെ ഉണ്ട്. പിന്നെ സഖാക്കൾ എന്നുള്ളൊരു ആത്മബന്ധം എപ്പോഴും ഉണ്ടല്ലോ. നമ്മളിപ്പോൾ ഇങ്ങനെ എത്തിക്കഴിയുമ്പോൾ അതിൻ്റെ ഒരു ബന്ധത്തിൽ അങ്ങ് പോവും. പിന്നെ സനോനെ നിങ്ങൾക്ക് അറിയാലോ, വളരെ പാവാണ്. അതുകൊണ്ട് വേറെ ഞങ്ങൾ തമ്മിൽ അങ്ങനെ എന്തായാലും സാധാരണ ഇപ്പോൾ നമ്മൾ നല്ലൊരു സുഹൃത്തുക്കൾ തമ്മിലും ഒരു ചെറിയ അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല, എൻ്റെ ഒരു അനുഭവത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല. വളരെ അയ്യോ അതൊന്നുമില്ല. അതൊക്കെ നമ്മളൊരു സംഘടനാപരമായിട്ടല്ലേ അതൊക്കെ പോവാ. അതുകൊണ്ട് ഞങ്ങൾ ഭാരവാഹികൾ എന്നുള്ള മാത്രമല്ല, നമ്മളെ കമ്മിറ്റി ഒന്നിച്ചല്ലേ പോവാം. അപ്പൊ അങ്ങനെ പോകുന്നതാണ്. പക്ഷെ അതിൽ വ്യക്തിപരമായ ഒരു സൗഹൃദം എന്നുള്ളതിൽ പക്ഷെ ഇപ്പോൾ ഒരു ഫീൽ ഉണ്ട്. അതായത് സനോവിനെ ഒരു ദിവസം കണ്ടില്ലെങ്കിൽ സത്യത്തിൽ എൻ്റെ ഭാര്യ എന്നെ പറയും, നിങ്ങൾക്ക് ഏത് സമയത്തും പോണേ വീട്ടിലെത്തിയാലും ഞങ്ങള് വെറുതെ, അതായത് ഇപ്പൊ സംഘടനാകാര്യം ഒന്നും ഇല്ലെങ്കിലും ഇയാൾ എന്നെ ഫോൺ വിളിക്കും. ഒരു കുറച്ചു നേരം കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് അറിയാതെ അങ്ങ് വിളിച്ചു പോകും. വെറുതെ ഫസ്റ്റ് ഡയൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും അങ്ങനെ പറയുന്ന. SFIയിലും DYFലൊക്കെ നമ്മള് പ്രവർത്തിക്കല ജീവിക്കാന്നാ പറയാം. അപ്പോൾ ഈ സംഘടനാപരമായ ഉത്തരവാദിത്വം ഒന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ ഒരുമിച്ച് വല്ലാതെ അങ്ങ് മിംഗ്ലേറ്റാണല്ലോ പോവുക. അപ്പോൾ എല്ലാവരുമായിട്ട് നമ്മുടെ സെൻട്രൽ സഹാക്കളായി കഴിഞ്ഞാലും നമ്മുടെ കമ്മിറ്റിക്കാരായി കഴിഞ്ഞാൽ ജില്ലാ സെക്രട്ടറിമാരായി കഴിഞ്ഞാൽ എല്ലാം നമ്മൾ അങ്ങനെ ഒരു സൗഹൃദം കൂടിയാണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം. അപ്പോൾ അതുകൊണ്ട് സംഘടനാപരമായ യാന്ത്രികമായ ബന്ധമല്ല. അപ്പോൾ അങ്ങനെ ഒരു ഗുണം നമുക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് ഏത് പരിപാടിയും ധൈര്യത്തിൽ ഏറ്റെടുക്കാൻ പറ്റും. നമ്മളൊരു പരിപാടി ആഹ്വാനം ചെയ്താൽ നമ്മൾ പറഞ്ഞതിൻ്റെ സ്പിരിറ്റിൻ്റെ നേരെ ഇരട്ടി അത് താഴോട്ട് അത് വർക്കൗട്ടാവും. അതുകൊണ്ട് അതിനൊക്കെ നമുക്ക് ഈ ബന്ധവും സൗഹൃദമൊക്കെ നല്ലതുപോലെ. പിന്നെ ഞങ്ങളെപ്പോഴും നമ്മൾ ഭാരവാഹികളായി നമ്മളെപ്പോഴും ഒരുമിച്ച് മിക്കവാറും ഒരുമിച്ചാണ് ഞങ്ങൾ മിക്കവരുടെ. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ തന്നെ നമ്മൾ ഒരുമിച്ചാണ്. അങ്ങനെ പരമാവധി നമ്മൾ ഒരുമിച്ചാണ് പല സ്ഥലത്തും ഉണ്ടാവാറുള്ളത്. സൗഹൃദത്തിൻ്റെ കാര്യം വളരെ സീരിയസ് ആയിട്ട് പറയുന്നു, ശല്യം കേട്ടോ. പറഞ്ഞാൽ അധികാവോ? അങ്ങനെയല്ല, നമ്മളിപ്പോ ഏത് ജില്ലയിൽ പോയാലും ഇപ്പൊ ഇന്നലെ ഞാൻ എറണാകുളത്താണ്. ഇപ്പൊ എറണാകുളത്ത് എത്തിയാൽ നമ്മുടെ അവിടുത്തെ ജില്ലാ ഭാരവാഹികൾ നമ്മളൊരു അതാണ് ഇതില് DYFIയിലും SFIയിലും ഒക്കെ നിൽക്കുന്നവർക്കേ അതിന്റെ ഒരു ഫീല് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ SFIയിലൊക്കെ സമയത്ത് ഇത്രയല്ല, പൊതുവെ ഭക്ഷണം കഴിക്കാനോ ഒന്നും പൈസ ഉണ്ടാവില്ല നമ്മളെ കയ്യിൽ. പിന്നെ ബസ്സിന് പോകാൻ, പിന്നെ നമ്മുടെയൊക്കെ ഒരു കാലം ഇപ്പം ബൈക്ക് എത്ര തവണ എൻ്റെ നാട്ടിലൊക്കെ നമ്മൾ ആളുകൾ പറയും എത്ര തവണ പല സ്ഥലങ്ങളിലും നമ്മൾ ബൈക്കിൽ എണ്ണ തീർന്നിട്ട് സൈഡാക്കി വെച്ച അനുഭവമൊക്കെ ഉണ്ടാവും SFIയിൽ. പക്ഷേ അപ്പോഴേക്കും നമ്മൾ ഏതെങ്കിലും ഒരു SFIക്കാരൻ വരും, തള്ളാനാണ് ഒരുമിച്ച് ഞങ്ങൾ തള്ളും. എന്നിട്ട് അപ്പുറത്തെ പെട്രോൾ പമ്പ് അന്ന് ചെറിയ പൈസക്ക് 20 രൂപക്ക് 10 രൂപക്കൊക്കെ പെട്രോൾ അടിച്ചിട്ട് നമ്മൾ മണപ്പിക്കാന്നൊക്കെ പറയാം. നല്ല അടുത്ത കേന്ദ്രത്തിലേക്ക് എത്തും. പിന്നെ അവിടുന്ന് ഏതെങ്കിലും ഒരു പാർട്ടിക്കാരോടോ DYFI ചേട്ടന്മാരോടൊക്കെ കുറച്ച് പൈസ തരുമോ എന്നൊക്കെ ചോദിക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു SFI. അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബന്ധമായിരിക്കും SFI. ഞങ്ങൾ ഇപ്പോഴും അന്നത്തെ SFIക്കാരുമായിട്ടും പിന്നെ അന്ന് നമ്മളെ കൂടെ പാർട്ടി ഓഫീസുകളിലൊക്കെ ഉണ്ടായിരുന്ന നമ്മൾ കാണുന്ന ചേട്ടന്മാർ സഹാക്കളോടൊക്കെ ഒരു ഭയങ്കര ഇഷ്ടമായിരിക്കും. അങ്ങനെയാണ് ഇങ്ങനെ വരിക. ഇപ്പോൾ DYFI ആകുന്ന സമയത്ത് കുറച്ചുകൂടിയൊക്കെ, കാരണം തൊഴിലെടുക്കുന്നവരും നമ്മളെ കൂടെ തൊഴിലെടുക്കുന്നവരുണ്ടല്ലോ കുറേ. DYFIയിൽ ജോലിക്ക് പോകുന്നവരുണ്ട്, നല്ല വരുമാനമുള്ളവരുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എൻ്റർപ്രണേഴ്സ് ഉണ്ട്, എല്ലാ തരത്തിലുള്ള ആളുകളുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പോകും. അപ്പോൾ എവിടെ എത്തിയാലും ഇപ്പോൾ എറണാകുളത്ത് ഇപ്പോൾ ഇവിടെ കണ്ടില്ലേ നിങ്ങൾ, DYFIയുടെ ജില്ലാ ഭാരവാഹികൾ ഇവിടെ ഉണ്ട്. നമ്മൾ ഒരുമിച്ചായിരിക്കും. സിനിമക്ക് പോകുന്നുണ്ട്, സിനിമക്ക് പോവുക, സമരത്തിനാണെങ്കിൽ സമരത്തിന്, അങ്ങനെ യാത്രകളൊക്കെ ഒരുമിച്ചൊരു സംഘടനാപരമായിട്ടുള്ളൊരു വലിയ സൗഹൃദം ഉണ്ടാവും. അപ്പോൾ അത് പരമാവധി പിന്നെ അങ്ങനെയാണുള്ളൊരു അടുപ്പം അങ്ങനെ വലുതായി വരിക. അങ്ങനെ ഒരു സൗഹൃദമാണ്. അപ്പൊ ഈ നേതാക്കന്മാരായിട്ട് തന്നെയാണോ വീട്ടിലും പേഴ്സണൽ ലൈഫിലും ഒക്കെ തന്ത വൈബാണോ? ഡ്രസ്സിങ് വെച്ചങ്ങനെ പിന്നെ
ഇല്ലപ്പാ. അല്ല മോൻ പറഞ്ഞേക്ക് ഞാൻ തന്നതല്ലാതെ പറയാനുള്ള ബുദ്ധിമുട്ട് ഇയാളെ മോന് ഇയാളെ ശല്യം കൊണ്ട് പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. അത് ഭയങ്കര സ്റ്റേറ്റ്മെന്റാ. സത്യത്തിൽ ഇയാള് പറയാണെങ്കിൽ അതിങ്ങനെ പറയാ അത് വയറിലാവും. ഒന്നാ വെച്ച് വീട്ടിലധികം സമയം ഉണ്ടാവുന്നില്ലല്ലോ. അപ്പൊ മോൻ പറയും അച്ഛനാ ഒരു കയറെടുത്ത് ഇവിടെ കെട്ടിയിടണം, ഒരു കയറ് വാങ്ങിക്കണം. അച്ഛൻ രാവിലെ പോയി കളയുന്നു, രാത്രി വരുന്നില്ല, ഒക്കെയുള്ള പരാതികൾ വരും. അല്ല വീട്ടിലുള്ള സമയത്തൊക്കെ പരമാവധി എന്നാലും മറ്റേത് പറ, അവനെ കൂടെ നോക്കും. അമ്മയോട് പറഞ്ഞു പരമാവധി ആ തന്തവൈബ് ഇല്ലാതിരിക്കാനുള്ള ശ്രദ്ധ നമ്മൾ പുലർത്താറുണ്ട്. അത്രേ ഉള്ളൂ. അല്ലല്ലേ അങ്ങനെ വരാ. സ്വാഭാവികമായിട്ട് ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ കേട്ട് കേട്ട് വരുമ്പോഴേ എല്ലാ കാര്യങ്ങളും പറയാൻ പറ്റില്ല. അതെ അതെ അതെ. അതുകൊണ്ട് ഏയ് സംഘടനാ വിരുദ്ധമായിട്ട് നമുക്ക് പോകാൻ പറ്റില്ല. പരമാവധി നമ്മൾ ഈ വൈബും ആൽഫയും ഇങ്ങനെയുള്ള ആളുകളുമായിട്ടൊക്കെ ഇടപെടുന്നുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടവരോടും നമ്മൾ പെരുമാറുന്നുണ്ട്. ഒരു പരിധി വരെ ആ വൈബില്ലാതെ നമ്മൾ അതെ 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 ജെൻസി ആൽഫയൊക്കെ ഉള്ളവരെ പിടിച്ചു നിൽക്കുന്ന ഒരു ശ്രമം നടത്തും. എന്നാലും കുറച്ചൊക്കെ വന്നു പോവല്ലോ സ്വാഭാവികമായിട്ട്. അതെ അത് ഞാൻ വരിക. ശരി എന്നാൽ.